അമ്മ യശോദയ്ക്കു മുന്നിൽ ആടിയ ലീലകൾ ഒന്നൊഴിയാതാടി കൂറൂരമ്മ മുന്നിൽ കണ്ണൻ. ആ കുറൂരമ്മയുടെ ഇല്ലപ്പറമ്പിൽ ഉണ്ണിക്കണ്ണൻ ഓടിക്കളിച്ച ക്ഷേത്രാങ്കണത്തിലാണ് ഇന്ന് ലാസ്യധ്വനിയുടെ ക്ലാസിക്കൽ തിരുവാതിരക്കളി. അമ്മയുടെയും കണ്ണൻ്റെയും മുന്നിൽ ലാസ്യധ്വനി തുടർച്ചയായത് 3-ാം തവണയാണ് നിറഞ്ഞാടുന്നത്. രാവിലെ അനുഗ്രഹ വർഷം പോലെ കനത്ത മഴയാണ്. നീന്തി ചെന്നാണെങ്കിലും ശരി അവിടെ തിരുപ്പാവി അവതരിപ്പിക്കണം. അത്ര ആവേശത്തിലാണ് കൃഷ്ണഗോപികൾ. കാരണം അമ്മയും കണ്ണനും അവിടെ കാത്തിരിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. വൈകുന്നേരം 3 മണിക്ക് മലപ്പുറത്തു നിന്നും പുറപ്പെട്ട യാത്രയിൽ മഴയും തിരുപ്പാവൈ പാട്ടും പ്രാക്ടീസും കൊച്ചുവർത്താനവും പിന്നെ ചില്ലറ പൊരിക്കടികളും. പോകെ പോകെ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ കുറഞ്ഞു വന്നു. മാനം തെളിഞ്ഞു തുടങ്ങി. മരതകവർണ്ണം വാരിപ്പുതച്ച വയലുകളും കാറ്റിലുലഞ്ഞ് പാട്ടുമൂളുന്ന മുളങ്കാടുകളുമൊക്കെയായി നഗരത്തിരക്കുകളിൽ നിന്നും തെല്ലുമാറി ഗൃഹാതുരത്വമുണർത്തുന്ന ഗ്രാമഭംഗിയാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ പ്രധാന ആകർഷണം. 5 മണിയോടെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ ഓരോ വർഷവും കാതലായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കല്ലുപതിച്ച നടവഴികളിലൂടെ പുറത്ത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആകാശം കാറൊഴിഞ്ഞ് തെളിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശ്രീ ഗുരുവായൂരപ്പൻ മഴയെ ഒന്ന് മാറ്റി നിർത്തിയതാണ്. എത്ര പെട്ടെന്നാണ് വേനലിൽ ചുട്ടുപൊള്ളിയിരുന്ന ചവിട്ടുപടികൾ നനഞ്ഞ് തണുപ്പ് പടർത്തി നമ്മളെ ആശ്ചര്യപ്പെടുത്തിയത് അല്ലേ? ജീവിതയാത്രയിലും ഭഗവാൻ ഇതുപോലെ തന്നെയല്ലേ ക്ഷണനേരം കൊണ്ട് ഭക്തന്റെ നോവാറ്റുന്നത്? ചിന്തിച്ചത് സത്യം തന്നെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കേകീ കൂജനം. മുന്നോട്ട് നടന്ന പെണ്ണുങ്ങളെല്ലാം ശബ്ദം കേട്ട ദിക്കിലേക്ക് കലവില കൂട്ടി പാഞ്ഞെടുത്തു. മുട്ടറ്റം മുടിയഴിച്ചിട്ടെന്ന പോലെ പീലി തൂക്കിയിട്ട് ഒരിത്തിരി ഗർവോടെ ലാസ്യ മദാലസ നടനവുമായി ഒരാൺമയിൽ. ഇത്രയും പെണ്ണുങ്ങൾ ചുറ്റും കൂടിയിട്ടും ശബ്ദം കേട്ടിട്ടും ആൾക്ക് യാതൊരു കുലുക്കവുമില്ല. തല തിരിച്ചൊന്ന് നോക്കി. ഓ, നിങ്ങളായിരുന്നോ? പോയി കളിക്കാൻ നോക്ക് എന്ന മട്ടിൽ. കൺകുളിർക്കെ മയിലിനെ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തികച്ചും യാദൃശ്ചികമായതാ റീൽസ് എടുത്തുകൊണ്ട് മുന്നില് കൃഷ്ണകഥകളുടെ കൂട്ടുകാരി സ്വസ്തിക. ക്ലാസിക്കൽ തിരുവാതിരക്കളിയെ പറ്റി കേട്ടപ്പോൾ സ്വസ്തികയ്ക്ക് സന്തോഷം. ലാസ്യധ്വനിയുടെ പാട്ടുകള്, ചുവടുകള് എല്ലാം കൃഷ്ണോപാസനയുടെ മാർഗമായി കണക്കാക്കുന്ന ഒരു കൂട്ടം കൃഷ്ണപ്രാന്തികളായ അധ്യാപികമാരുടെ സംരംഭമാണ് എന്നറിഞ്ഞതോടെ സ്വസ്തികയുടെ ലൈവില് കൃഷ്ണഹിതത്താൽ ഞങ്ങളും പകർത്തപ്പെട്ടു. കഴിഞ്ഞ 2 വർഷവും വൈശാഖത്തില് ഭഗവാന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ പുറത്ത് കനത്ത മഴ പെയ്യും. ഇന്നതുണ്ടായിട്ടേയില്ലല്ലോ എന്ന് ചിന്തിച്ച് തൊഴുതു പുറത്തിറങ്ങി. അപ്പോഴാണ് ഓർത്തത് കണ്ണന് വെണ്ണ നേദിക്കണമല്ലോ. തിരിച്ചു കയറി വെണ്ണ നേദിക്കാൻ നിൽക്കുമ്പോൾ ശ്രീകോവിലില് ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി ദീപാരാധനയുടെ ഒരുക്കത്തിലാണ്. വെണ്ണയുമായി അദ്ദേഹം അകത്ത് കയറി. ശ്രീകോവിൽ അടഞ്ഞു. പുറത്ത് മഴ തകർത്തു പെയ്തു. കൃഷ്ണ പതിവ് തെറ്റിച്ചില്ല. മഴയുടെ താളത്തിൽ ദീപാരാധന നിറമിഴിയോടെ തൊഴുതു. ദർശനശേഷം ആണ്ടാളമ്മയുടെ തിരുപ്പാവൈ അവതരണം. കനത്ത മഴ കാരണം കാണികളുടെ കുറവ് സ്വസ്തികയുടെ ലൈവിലെ 100K വ്യൂസിൽ നികത്തണം എന്നതും ഭഗവത്ഹിതമായിരുന്നിരിക്കണം.
അവതരണ ശേഷം ഓടി വന്ന് കഴിഞ്ഞ 2 വർഷങ്ങളിലേതുപോലെ തന്നെ പതിവ് തെറ്റിക്കാതെ വെള്ളി മുടിയിഴകളുമായി വെള്ളവസ്ത്രമണിഞ്ഞ് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇവിടത്തെ ഞങ്ങളുടെ കുറൂരമ്മ. ആ അമ്മയുടെ ചുംബനവും പ്രോത്സാഹനവും കുറൂരമ്മയുടെ അനുഗ്രഹമായിട്ട് ഉള്ളിൽ ആവാഹിച്ച് സ്വസ്തികയുടെ ഭക്തി നിർഭരമായ പ്രഭാഷണവും കേട്ട് ചുറ്റമ്പലത്തിലൂടെ ഊട്ടുപുരയിലേക്ക്. ബാക്കി ഗോപികമാരെല്ലാം ഇത്തിരി മുൻപേ പോയിരുന്നു. അതുകൊണ്ട് മഴ പെയ്തു തോർന്ന തണുപ്പും ഇരുട്ടും പുതച്ച് അരണ്ട വെളിച്ചത്തിൽ അങ്ങനെ നടക്കുമ്പോൾ ഓർമ്മകൾ പുറകിലേക്കോടി. 2017 ആണ് ആദ്യമായിട്ട് കുറൂരമ്മയുടെ കുമ്മി എഴുതുന്നതിന് വേണ്ടി അമ്മയെ കാണാൻ തെരഞ്ഞു പിടിച്ച് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. അന്ന് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ജയൻ നമ്പൂതിരിയും ഭാര്യ ഷൈനിയുമാണ് എന്നോടൊപ്പം ചോദിച്ച് ഈ അമ്പലത്തിലെത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ അമ്പലമുറ്റത്ത് ഇന്ന് കാണുന്ന വേദിയോ ഇത്രയ്ക്ക് സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സുരേഷ് ജി അമ്മയുടെ ക്ഷേത്രാങ്കണത്തിൻ്റെ കഥ വർണ്ണിച്ചു. ഏതോ ഒരു ഭക്തയുടെ മനസ്സിൽ തെളിഞ്ഞ കണ്ണന് കാണാൻ ആഗ്രഹമുള്ള രൂപത്തിൽ കുറൂരമ്മയുടെ ഒരു ചിത്രം അവിടെയുണ്ട്. അത് കാണിച്ചു തന്നു. എവിടെ നിന്നാണെങ്കിലും തിരിച്ചു പോക്ക് വല്ലാത്ത സങ്കടമാണ് അല്ലേ? കുട്ടിക്കുറുമ്പനായി വില്വമംഗലത്തെ കാണാൻ വൈകി ചെന്ന കണ്ണനോടു സ്വാമി കാര്യം തിരക്കി. വാത്സല്യക്കരി പുരണ്ട പുഞ്ചിരിയോടോതിമായ കണ്ണനില്ലത്തമ്മ തൻ്റെ സ്നേഹബന്ധനം യോഗികൾക്കും ഗോചരനല്ലാത്ത ബ്രഹ്മാണ്ഡ മൂർത്തിയെ ബന്ധിച്ച വാത്സല്യം വാഴ്ത്തി വില്വമംഗലം. വില്ലുമംഗലം വാഴ്ത്തിയ ആ വാത്സല്യമൂർത്തി കുറൂരമ്മയോടൊപ്പമുള്ള ഉണ്ണിക്കണ്ണന് മുമ്പിൽ അടുത്ത വർഷം പുതിയ കഥയുമായി ക്ലാസിക്കൽ തിരുവാതിരയാടാൻ സവിധത്തിലെത്തിക്കണേ എന്ന പ്രാർത്ഥനയോടെ കൃഷ്ണഗോപികൾ എല്ലാവരും വണ്ടിയിൽ കയറി. പുറത്ത് ആ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പോയി വരൂ എന്ന അനുഗ്രഹ ഗീതം പോലെ വീണ്ടും നനുത്ത മഴയുടെ താളം. പെയ്തു പെയ്തു മുറുകുന്ന മഴ. ഹരേ കൃഷ്ണ.